യെസ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമുക്ക് ഈ വീഡിയോയിൽ നമ്മുടെ CAS എന്ന് പറയുന്ന കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം പറയാം. മേ ബി 7 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഏരിയാസ്. നമുക്ക് എല്ലാ CASകളെ കുറിച്ച് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് നമ്മുടെ പ്രധാനമായിട്ടുള്ള നമ്മുടെ പ്രോബ്ലം ചോദിക്കുന്ന മേഖലകളില്ലേ, ഐ തിങ്ക് 4, 6, 7, 10 അങ്ങനെ അതിൽ നിന്നാണ് നമുക്ക് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ്, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിൽ അതുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രോബ്ലംസും അല്ലെങ്കിൽ അതിനകത്ത് പ്രോബ്ലംസ് ചോദിച്ചാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഒരു ബേസിക് ഐഡിയയോടുകൂടി നമുക്ക് അങ്ങ് ഡിസ്കസ് ചെയ്യാം. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ബേസിക്സ് ആണ്. ആദ്യം CASൻ്റെ കാറ്റഗറീസ് ഓഫ് ദ കമ്പനീസ് ദാറ്റ് സ്പെസിഫൈ ദ കോസ്റ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഫോർ ദ വേരിയസ് കോസ്റ്റ് എലമെന്റ്സ്. ഓരോ കോസ്റ്റ് എലമെന്റ്സിനെയും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. ആൻഡ് ദ മിനിമം ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ദാറ്റ് മീൻസ് ഈ കാര്യങ്ങൾ കോസ്റ്റ് എലമെന്റ്സ് കണ്ടുപിടിച്ച് അതിന്റെ ഡിസ്ക്ലോഷർ റിക്വയർമെന്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നോക്കി? ടു എൻഷുർ ദ കമ്പാരബിലിറ്റി, കൺസിസ്റ്റൻസി ആൻഡ് കംപ്ലീറ്റ്നെസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ്. കോസ്റ്റ് അക്കൗണ്ട്സിന്റെ കമ്പാരബിലിറ്റിക്കും കൺസിസ്റ്റൻസിക്കും ആൻഡ് കംപ്ലീറ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ CASനെ നമ്മൾ യൂസ് ചെയ്യണേ. ആൻഡ് CAS ആർ ഡിസൈൻ ടു അച്ചീവ് എന്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം? ദാറ്റ് മീൻസ് ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നത് എന്തിനായിരിക്കാം? ഒരു യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ട്. സോ അതേപോലെ തന്നെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവന്നിരിക്കുന്നതും അങ്ങനെ ഒരു യൂണിഫോമിറ്റിക്കും കൺസിസ്റ്റൻസിക്കും വേണ്ടി തന്നെയാണ്. ക്ലിയർ? അത് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാവുന്ന കാര്യമേ ഉള്ളൂ. മനസ്സിലായി? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നിരിക്കുന്നത് അക്കൗണ്ട്സിനകത്തുള്ള യൂണിഫോമിറ്റിക്കും കൺസിസ്റ്റൻസിക്കും വേണ്ടിയിട്ടാണെങ്കിൽ അതേപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പൾസിൻ്റെയും പ്രൊസീജിയേഴ്സിൻ്റെയും പോളിസീസിൻ്റെയും ഒരു കൺസിസ്റ്റൻസിക്കും ഏതിനു വേണ്ടിയിട്ട്? യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് കൊണ്ടുവന്നിരിക്കുന്നത്? കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പൾസ് എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ആരാണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് എംപവർ ചെയ്യുന്നത്? അതിന് നോക്കി, ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഹാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ്. CSBO എന്ന് പറയുന്ന ബോർഡാണ് ആ കാര്യങ്ങൾ ചെയ്യണേ വിത്ത് ഒബ്ജക്റ്റീവ് ഓഫ് ഫോർമുലേറ്റിംഗ് ദ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ആൻഡ് CASB ഡെവലപ്പ് CAS ആൻഡ് ഇഷ്യൂഡ് ബൈ ദ കൗൺസിൽ. ആരാണ് ഇത് ഇഷ്യൂ ചെയ്യണേ? ഇത് ഡെവലപ്പ് ചെയ്യുന്നത് CSB ആണ് ആൻഡ് ഇഷ്യൂഡ് ബൈ ദ കൗൺസിൽ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. ക്ലിയർ? സോ ഈ പറയുന്ന കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാവുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇത് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് CASB എന്ന് പറയുന്ന ഒരു ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബോർഡാണ് ഫോർമുലേറ്റ് ചെയ്യുന്നത്, CASകളെ ഫോർമുലേറ്റ് ചെയ്യുന്നത്. ആ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണോ അത് ആരെ ഇഷ്യൂ ചെയ്യണേ? ഇഷ്യൂഡ് ബൈ നമ്മുടെ കൗൺസിൽ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. ക്ലിയർ? അടുത്തത്, വാട്ട് ആർ ദ യൂട്ടിലിറ്റീസ്? ഇതാണ് ഞാൻ പറഞ്ഞ 7 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ യൂട്ടിലിറ്റീസ് ഓർ അഡ്വാൻറ്റേജ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ യൂട്ടിലിറ്റീസ് അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ട് ഒരു സാധനത്തിനകത്ത് സ്റ്റാൻഡേർഡ് കൊണ്ടുവരുന്നത് എന്തിനാണോ അതിൻ്റെ അതേ കാര്യങ്ങൾ തന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. സോ യൂട്ടിലിറ്റീസ് ആൻഡ് അഡ്വാൻറ്റേജ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് മേ ബി ചോദിക്കുകയാണെങ്കിൽ 7 മാർക്കിന് ചോദിക്കാൻ നിങ്ങൾക്ക് ഓർത്ത് വെക്കാവുന്നതേ ഉള്ളൂ. ടു പ്രൊവൈഡ് ദ സ്ട്രക്ചർഡ് അപ്രോച്ച് ടു ദ മെഷർമെന്റ് ഓഫ് ദ കോസ്റ്റ്. അതായത് കോസ്റ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചർ കൊണ്ടുവരിക. ആൻഡ് സെക്കൻഡ് വൺ, ടു ഇന്റഗ്രേറ്റ്, ഹാർമണൈസ് ആൻഡ് സ്റ്റാൻഡേർഡ്. എന്തിനു വേണ്ടിയിട്ടാണ് നോക്കി? കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പൾസ് ആൻഡ് പ്രാക്ടീസസ്. ഓക്കെ, ദാറ്റ് മീൻസ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനകത്തുള്ള പ്രിൻസിപ്പൾസും പ്രാക്ടീസസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റഗ്രേറ്റ് ആൻഡ് ഹാർമണൈസ്, ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പൾസോ പ്രാക്ടീസസോ കൊണ്ടുവരിക. ആൻഡ് തേർഡ് വൺ, പ്രൊവൈഡ് ഗൈഡൻസ് ടു ദ യൂസേഴ്സ് ആൻഡ് ടു അച്ചീവ് ദ യൂണിഫോമിറ്റി ആൻഡ് ദ കൺസിസ്റ്റൻസി ഇൻ ക്ലാസിഫിക്കേഷൻ, മെഷർമെന്റ്, അസൈൻമെന്റ് ആൻഡ് അലോക്കേഷൻ ഓഫ് കോസ്റ്റ് ടു പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. മനസ്സിലായി? യൂസേഴ്സിന് ആവശ്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ടു അറൈവ് ദ ബേസിസ് ഓഫ് കമ്പ്യൂട്ടിംഗ് ദ കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ടു എനേബിൾ ദ പ്രാക്ടീസിംഗ് മെമ്പേഴ്സ് ടു മേക്ക് ദ യൂസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, പ്രാക്ടീസ് ആയിട്ടുള്ള മെമ്പേഴ്സിന് ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സിന്റെ യൂസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ടു അസിസ്റ്റ് ദ ക്ലിയർ ആൻഡ് യൂണിഫോം അണ്ടർസ്റ്റാൻഡിംഗ് ടു ദ ഓൾ ദ റിലേറ്റഡ് ഇഷ്യൂസ് ബൈ ദ വേരിയസ് യൂസേഴ്സ്. അതായത് ഈ പറയുന്ന കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിന്റെ യൂസേഴ്സ് ആരൊക്കെയാണോ അവർക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള എന്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്? ക്ലിയർ ആൻഡ് യൂണിഫോം അണ്ടർസ്റ്റാൻഡിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് കൊണ്ടുവന്നിരിക്കുന്നത്? കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നതാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മേ ബി ചോദിക്കുവാണെങ്കിൽ 7 മാർക്കിന് ഓർത്ത് വെക്കാവുന്നതല്ലേ ഉള്ളൂ. ഓക്കെ, ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണോ അതൊക്കെ നിങ്ങൾ ഇങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. ഒന്ന്, ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഈ പറയുന്ന പോലെ ഒരു സ്ട്രക്ചർഡ് ആയിട്ടുള്ള അപ്രോച്ച് കൊണ്ടുവരാനാണ്. ഓക്കെ, ഈ പറയുന്ന പ്രിൻസിപ്പൾസ് ആൻഡ് പ്രാക്ടീസസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാനാണ്. അത് ത്രൂ കോസ്റ്റ് എങ്ങനെയാണെന്ന് കമ്പ്യൂട്ട് ചെയ്യാനാണ്. 4, ആ കമ്പ്യൂട്ട് ചെയ്യുന്ന കോസ്റ്റ് ഒരു യൂണിഫോമിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. 5, ഇതിൻ്റെ യൂസേഴ്സിന് പെർഫെക്റ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 6, ഈ പറയുന്ന പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ട്സിന് കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി? ഒന്ന് ഓർത്ത് വെക്കാവുന്നേ ഉള്ളൂ. അടുത്തത്, ഈ പറയുന്ന CAS എന്ന് പറയുന്ന കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിന്റെ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ആണ് ഗൈഡൻസ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. ക്ലിയർ? ആദ്യത്തേനെ നമ്മൾ CAS എന്ന് പറയും, രണ്ടാമത്തേനെ നമുക്ക് അതിന്റെ ഗൈഡൻസ് നോട്ട്സ് എന്ന് പറയും, മൂന്നാമത്തെ ജനറൽ ആക്സെപ്റ്റഡ് കോസ്റ്റ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൾസ് എന്ന് പറയുന്ന സാധനം. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഈ പറയുന്ന ഒരു ചാപ്റ്ററായിട്ട് പറഞ്ഞത്. ഈ 3 സ്ട്രക്ചർ ഞാൻ കൊടുത്തു എന്ന് മാത്രം, പ്രത്യേകിച്ചൊന്നുമില്ല. ഒന്ന് ഓർത്തിരുന്നാൽ നന്നായിരിക്കും എന്ന് മാത്രം. മേ ബി ചോദിക്കാൻ സാധ്യതയൊന്നുമില്ല. ചോദിക്കുകയാണെങ്കിൽ തന്നെ ഒബ്ജക്റ്റീവ് എങ്ങാനുമായിട്ട് ചോദിക്കാം. അതിന്റെ സ്ട്രക്ചർ നോക്കി. ദാറ്റ് മീൻസ് എല്ലാ കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യത്തെ ഇൻട്രൊഡക്ഷനാണ്, രണ്ടാമത്തെ അതിന്റെ ഒബ്ജക്റ്റീവ്, മൂന്നാമത്തെ സ്കോപ്പ്, നാലാമത്തെ അതിനകത്ത് കയറി വരുന്ന ഇമ്പോർട്ടന്റ് ഡെഫിനിഷൻസ്, 5ാമത്തെ പ്രിൻസിപ്പൾസ്, 6ാമത്തെ അസൈൻമെന്റ്, 7ാമത്തെ പ്രസന്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ. മനസ്സിലായി? അങ്ങനെ 24
CASകളാണ് നമുക്കുള്ളത്. ഈ 24 CASനകത്ത് നമുക്ക് മറ്റേ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് ആസ്പെക്ട്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഗൈഡൻസ് നോട്ട്സ് എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഗൈഡൻസ് നോട്ട്സിന്റെ ഫോർമാറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻസ്, ഡെഫിനിഷൻസ്, പ്രിൻസിപ്പൾസ് ഓഫ് മെഷർമെന്റ് ആൻഡ് കോസ്റ്റ്, പ്രസന്റേഷൻ, ഡിസ്ക്ലോഷർ ആൻഡ് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിനകത്ത് അഡീഷണലി വേണ്ടി വന്നിരിക്കുന്ന അനക്ഷേഴ്സ് എന്തൊക്കെയാണോ അതാണ്. ഓർത്ത് വെച്ചാൽ മതി. ചോദിക്കാനുള്ള സാധ്യതയില്ല. മേ ബി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു അഡ്വാൻറ്റേജ് ആൻഡ് യൂട്ടിലിറ്റീസ്, അതേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഓക്കെ, ഇതൊരു കമ്പാരിസൺ നോട്ടായിട്ട് കൊടുത്തു എന്ന് മാത്രം. മേ ബി എങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മറ്റേ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ മനസ്സിലായോ? അതായത് CAS 1 ഗൈഡൻസ് നോട്ട് ഇല്ല, 2 ഗൈഡൻസ് നോട്ട് നമ്പർ 1, 4 ഗൈഡൻസ് നോട്ട് നമ്മുടെ മെറ്റീരിയലിനെ അവസാനം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. മേ ബി മാച്ച് ദ ഫോളോയിങ്സോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് എഴുതി വെക്കണമെന്ന് മാത്രം. മനസ്സിലായോ? ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 1 3 2 4 6 എന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഓക്കെ, അങ്ങനെ മറ്റേ എന്താണ് എളുപ്പ വഴിയിൽ നമ്മളൊന്ന് ഓർത്തിരിക്കുന്നത് എന്നാണ് ഞാൻ ക്ലാസ്സിലെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എക്സാമിൻ്റെ തലേന്നല്ലേ, വേണമെങ്കിൽ അങ്ങനെ ഓർത്തിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ക്ലിയർ? സോ 1 2 3 ഇല്ല. നമുക്ക് ഗൈഡൻസ് നോട്ട് തുടങ്ങുന്നത് 2 4 6 നിന്നാണ്. 6 നിന്ന് 7ാമതായിട്ടാണ് തുടങ്ങണേ. അപ്പോൾ 6 7 13ആയി. ഓക്കെ, ഞാൻ ഓർത്ത് വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് മാത്രം. 6 7 13ആയി. അങ്ങനെ 13 ഗൈഡ് ലൈൻസ് എന്ന് പറയുന്ന സാധനം വന്നു. ഓക്കെ, 2 4 6 6 പിന്നെ ഒരു 7 കയറി വന്നത് 7 8 9 10 11 12 13. മനസ്സിലായി? ഇവിടെ നിങ്ങൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 10 11 13 ഈ 3 എന്തില്ല, CAS ഇല്ല. ക്ലിയർ? മേ ബി ഞാൻ മാച്ച് ദ ഫോളോയിങ്സ് എങ്ങനെ ചോദിച്ചാലോ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ടാണ് പറയണേ. നിങ്ങൾക്ക് അറിയാലോ CAS പഠിക്കണേ, എല്ലാ 24 CASും അതിൻ്റെ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കണം. മേ ബി എന്ത് ചോദിക്കും, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന സാധനം ചോദിക്കും. സോ ആ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്തായാലും ദാറ്റ് മീൻസ് 24 സ്റ്റാൻഡേർഡ്സ് എന്തായാലും ഓർത്ത് വയ്ക്കുക, 13 ഗൈഡൻസ് ഓർത്ത് വയ്ക്കുക. മേ ബി ഈ ഒബ്ജക്റ്റീവിനകത്ത് ഇന്ന സ്റ്റാൻഡേർഡിന് ഇന്ന ഏത് ഗൈഡൻസ് ആണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഞാൻ ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഏതോ ഒരെണ്ണത്തിനകത്ത് ഞാനൊരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഏത് CASനാണ് ഗൈഡൻസ് ഇല്ലാത്തത് എന്ന് പറഞ്ഞിട്ട് ഒരു 4 CASകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായി? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്ലൈഡ് ഇതിനകത്ത് ആഡ് ചെയ്തത്. അങ്ങനെ ഒരു ഏത് കണ്ടതുകൊണ്ട്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കണ്ടതുകൊണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് കുറേ CASകൾ കൊടുത്തിട്ടുണ്ട്. ആ ഏത് CASനാണ് ഗൈഡൻസ് ഇല്ലാത്തത് എന്നുള്ളത്. മേ ബി അതേപോലെ തന്നെ തിരിച്ചും ചോദിക്കാമല്ലോ, ഏത് ഗൈഡൻസ് നോട്ടിനാണ് CAS ഇല്ലാത്തത് എന്നുള്ള കാര്യം ചോദിക്കാം. സോ വിട്ടുപോരുത്. 1 2 ദാറ്റ് മീൻസ് 1 3 5 ഇല്ല, 2 4 തൊട്ട് 6 എന്നാണ് തുടങ്ങണേ. 6 7 13 അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ ഇടയിൽ 9 കഴിഞ്ഞാൽ 10നും 11നും എന്തില്ല നമ്മുടെ ഗൈഡൻസ് നോട്ട് എന്ന് പറയുന്ന സാധനമില്ല. ക്ലിയർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇല്ലാത്ത ഗൈഡൻസ് നോട്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അതായത് CASകൾ ഇല്ലാത്ത ഗൈഡൻസ് നോട്ട് 3 എണ്ണമാണെന്നല്ലേ പറഞ്ഞത്, 10 11 13. ഇതൊന്ന് ഓർത്ത് വെക്കണേ. മേ ബി ഒബ്ജക്റ്റീവ് ചോദിക്കുകയാണെങ്കിൽ 10ാമത്തെ എന്ന് പറയുന്നത് ഗൈഡൻസ് നോട്ട് ഓൺ മെയിൻ്റനൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ഓഫ് ദ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഇൻക്ലൂഡിംഗ് റിയൽ എസ്റ്റേറ്റ് ആൻഡ് പ്രോപ്പർട്ടി ഡെവലപ്മെന്റ് ആക്ടിവിറ്റി. 11 ഗൈഡൻസ് നോട്ട് ഓൺ ദ ട്രീറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് റിലേറ്റഡ് ടു ദ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആക്ടിവിറ്റീസ്. ആൻഡ് 13 എന്ന് പറയുന്നത് എൻഗേജ്മെന്റ് ബൈ ദ കോസ്റ്റ് അക്കൗണ്ടൻസ്. ഇത് 3 ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എൻ്റെ ഒരു ടെൻഷൻ കൊണ്ടാണ് മേ ബി ഒബ്ജക്റ്റീവ് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. സോ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് അഡ്വാൻറ്റേജ് യൂട്ടിലിറ്റീസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞതെല്ലാം മേ ബി ചോദിക്കാൻ സാധ്യതയുള്ളത് ഒബ്ജക്റ്റീവാണ്. സോ നിങ്ങൾ ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സ് എല്ലാം കാണാതെ പഠിക്കണം. ആ സ്റ്റാൻഡേർഡ്സിന് ഇക്വലൻ്റ് ആയിട്ട് കയറി വരുന്ന ഗൈഡൻസ് കാണാതെ പഠിക്കണം. അതിനാണ് പറഞ്ഞത് 1 3 5 ഇല്ല, 2 4 6 തൊട്ടാണ് തുടങ്ങണേ. 6 + 7 അങ്ങനെ 13 എണ്ണമാണ് നമുക്ക് പറഞ്ഞത്. ഓക്കെ, 13 വരെയാണ് പറഞ്ഞത്. CAS 13 വരെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ, CAS 13 വരെയാണ് പറഞ്ഞത്. അതിനിടയിൽ ഇല്ല എന്ന് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് 11 10 11 13 അത് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ക്ലിയർ? ഇനി ഇതിനകത്തുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ CASനകത്ത് എല്ലാത്തിനകത്തും കോമൺ ആയിട്ട് കയറി വരുന്ന കുറച്ച് പ്രൊവിഷൻസ് പഠിച്ചായിരുന്നു അല്ലേ? കുറച്ച് കോമൺ പ്രൊവിഷൻസ് നമ്മൾ പഠിച്ചായിരുന്നു. അതാണ് ഈ പറയുന്ന ഗൈഡ് ലൈൻസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആദ്യത്തേത് when an element of cost is സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വേരിയൻസ് ഡ്യൂ ടു ദ നോർമൽ റീസൺസ് കൊണ്ടുണ്ടാകുന്ന വേരിയൻസ് മാത്രമേ നമ്മൾ ട്രീറ്റ് ചെയ്യൂ. ഏതെങ്കിലും രീതിയിലുള്ള സബ്സിഡിയോ ഗ്രാൻഡോ ഇൻസെൻറ്റീവോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ടോട്ടൽ കോസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യും. ഏതെങ്കിലും തരത്തിലുള്ള അബ്നോർമൽ കോസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കില്ല. പെനാൽറ്റീസോ ഡാമേജസോ ഉണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്യില്ല. ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് നമ്മൾ ട്രീറ്റ് ചെയ്യില്ല. ഫിനാൻസ് കോസ്റ്റ് നമ്മൾ ട്രീറ്റ് ചെയ്യില്ല. ഏതെങ്കിലും തരത്തിലുള്ള ക്രെഡിറ്റോ റിക്കവറീസോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മൈനസ് ചെയ്യണം അല്ലേ? അതായത് ഈ എംപ്ലോയി കോസ്റ്റ് പഠിപ്പിച്ച ഓർമ്മയുണ്ടോ? എംപ്ലോയി കോസ്റ്റിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും അവരുടെ ഹൗസിന് കൊടുത്തു, അല്ലെങ്കിൽ ഹൗസ് അവർക്ക് റെൻറ്റിന് കൊടുത്തു, എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള റിക്കവറീസ് നമ്മൾ തിരിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മൈനസ് ചെയ്യണം. ആൻഡ് ലാസ്റ്റത്തെ ഈ പറയുന്ന കോസ്റ്റ് അക്കൗണ്ടിങ്, ജനറൽ അസറ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഫോളോ ചെയ്യേണ്ടത് കൺസിസ്റ്റൻ്റ് ആയിട്ടായിരിക്കണം. ക്ലിയർ? ഇത്രയുമാണ് നമുക്ക് കയറി വന്ന കോമൺ പ്രൊവിഷൻസ്.
ക്ലിയർ. സോ ഈ ചാപ്റ്ററിനകത്ത് ഞാൻ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്ന കേസാണ് ഞാൻ പറഞ്ഞത് ആ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റീവ്സ് ചോദിക്കും. മനസ്സിലായല്ലോ? നിങ്ങൾ മറ്റേ ഇതും കൂടെ ഒന്ന് വായിച്ചു നോക്കണേ, മറ്റേതാ ജനറൽ ആക്സെപ്റ്റഡ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പൾസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററും കൂടെ ഉണ്ട്. പക്ക ഒരു തിയറി ചാപ്റ്ററാണ്. അതിനകത്തുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ക്ലിയർ? ഒന്ന് ഓടിച്ചൊന്ന് വായിച്ചു നോക്കിയാൽ മതി. സോ ഈ ചാപ്റ്റർ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ ഓർത്ത് വെക്കാനും എളുപ്പമാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൃത്യമായിട്ടൊരു പോളിസീസും പ്രൊസീജിയേഴ്സും കൊണ്ടുവരാൻ, യൂണിഫോമിറ്റി എന്നും കമ്പാരബിലിറ്റി എന്നൊക്കെ ചിന്തിച്ചാൽ മതി. പോളിസീസ് പ്രൊസീജിയേഴ്സ് ഇതെല്ലാം അഡോപ്റ്റ് ചെയ്യാൻ, യൂസേഴ്സിന് പെർഫെക്റ്റ് ആയിട്ട് അത് കമ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ. ക്ലിയർ? പിന്നെയുള്ളത് CASഉം ഗൈഡൻസ് നോട്ടും തമ്മിലുള്ള കണക്ഷൻസ്. ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പയ്യനെ പ്രാക്ടിക്കൽ പ്രോബ്ലംസും കൂടെ തുടങ്ങാം. അടുത്തതിനകത്ത് ഞാൻ 4 എടുക്കാം. നമുക്കെല്ലാം ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല, എക്സാമിന് ചോദിക്കും എന്ന് തോന്നുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. 4, 6, 7, 10 അങ്ങനെ 4 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ CASൻ്റെ നമുക്ക് പ്രോബ്ലംസും കൂടെ എങ്ങനെയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനകത്ത് ഏതെങ്കിലും ഒരു 2 എണ്ണം 7-14 മാർക്കിന് ചോദിച്ച് കാണാറുണ്ട്. ക്ലിയർ? അപ്പം ബൈ.